കഴിഞ്ഞില്ലേ ഇതുവരെ? നേരം ആയാലും തുടങ്ങിയിട്ട് പോണ്ടേ? എനിക്ക് ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഗ് വാങ്ങിച്ചൂടെ? ഓ അതുകൊണ്ടാണ്. എടി വിഗ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇല്ലേടി, നമുക്ക് ഇതല്ലേ നല്ലത്. വേണ്ട അമ്പിളേട്ടാ, ഒരു കാര്യം ഉണ്ട് കേട്ടോ. എനിക്ക് വാക്യൂം ക്ലീനർ വാങ്ങിച്ചു തരണം എന്തായാലും. വാക്യൂം ക്ലീനർ നമുക്ക് വാക്യൂം തുറപ്പ വാങ്ങിച്ചാലോ? വേണ്ട, എനിക്ക് ഇവിടുത്തെ പൊടി അടിച്ചടിച്ചിട്ട് തുമ്മി ചാടും. നല്ല സാധനമാണെന്ന്, സൂപ്പർ സാധനം, നല്ല നാടൻ സാധനം. പറ്റില്ല, വാക്യൂം ക്ലീനർ വാങ്ങിച്ചു തരണം. വേറെ ഒന്നും വേണം, പെട്ടെന്ന് വരാം. ആവശ്യമുള്ള കാര്യങ്ങൾ കുറെ സാധനങ്ങളുണ്ട് വാങ്ങിക്കാനായിട്ട്. കിച്ചൺ സാധനങ്ങളുണ്ട്, ഹോം ഫർണിഷിംഗ് സാധനങ്ങളുണ്ട്, കുറച്ച് കേർട്ടൻസ് വാങ്ങിക്കണം, നല്ലത് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇതൊക്കെ നിനക്ക് ഇവിടുത്തെ ആരെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ? നാളെ തന്നെ പോയി വാങ്ങണം എന്താ നിർബന്ധം? ഇവിടുത്തെ കടകൾ വാങ്ങിച്ച ഓരോ സാധനങ്ങൾ ഓരോ കടയിൽ കയറി ഇറങ്ങി വാങ്ങിക്കണ്ടേ? മോളിൽ പോയി എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലേ? ഈ ഒരു കാര്യം മനസ്സിലായിക്കണ്ട, ഒരു മോള് വരുമ്പോഴേ എന്തെല്ലാം കഷ്ടപ്പാടാണെന്ന് അറിയാമോ? അതിന് ചുറ്റുമുള്ള എത്ര ചെറിയ ചെറിയ കടക്കാരെ വയറ്റിലടിക്കുന്ന കാര്യമാണെന്ന് അറിയാമോ? അത് വല്ല നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിനതൊക്കെ ചിന്തിക്കണം. എനിക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടിയാൽ മതി. ഈ മാളിൽ മാത്രമേ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. അമ്പിളി ചേട്ടാ, ദുബായിൽ എങ്ങനെയാണെന്നറിയോ? ദുബായിൽ ഇല്ല, അറിയില്ല, ഞാൻ പോയിട്ടില്ലല്ലോ. ആക്കല്ലേ, നമ്മുടെ ദുബായിൽ ഓരോ 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ എന്തോരം മാളുകളുള്ളത്. നമ്മളെപ്പോഴും അവിടെ പോയിക്കൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ എന്തോ ഒരു പുച്ഛം. അത് ദുബായില്, ഇത് നാട്ടിൻപുറം അല്ലേടി? അവിടുത്തെ ഏറ്റവും വലിയ നീ ഇതുവരെ ദുബായ് വിട്ട് വരാത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഹലോ, എന്താ പ്രശ്നണ്ടേ? അതെയോ? അല്ല, അപ്പം നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും? ഫ്ലൈറ്റിലോ? ആഹാ, എല്ലാവർക്കും? ഓ അത് ശരി. ആ ഇല്ലില്ല, പ്രവർത്തനങ്ങളൊക്കെ കുഴപ്പമില്ല ഇപ്പോൾ. ഓ ശരി പ്രശ്നണ്ടേ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ടിക്കറ്റൊക്കെ ഓക്കെ ആയിട്ടൊന്ന് അറിയിക്കണേ. ആ ശരി എന്നാ, ഓക്കെ. അതെ, പാർട്ടി പ്ലീനം. എന്താ ഡൽഹിയില്? എന്താ പറഞ്ഞ പ്ലീനം? പ്ലീനം അതൊരു വലിയ സംഭവമാണ്. പ്ലീനം ഡൽഹിയില് ഫ്ലൈറ്റില്, ഇവിടുന്ന് നേതാക്കന്മാരെല്ലാം കൂടെ ഫ്ലൈറ്റില്, ടിക്കറ്റ് പാർട്ടിയുടെ ഭാഗ. നേതാക്കന്മാരല്ലേ പോണേ? ഇവിടുത്തെ മുതിർന്ന നേതാവ് ഞാനല്ലേ ഇവിടെ. പിന്നെ ട്രെയിനിലാണെങ്കിൽ ബോറടിച്ച് എങ്ങനെ പോകുന്ന ആലോചിക്കുക. അപ്പോൾ ഫ്ലൈറ്റാ, അതാകുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തുവേ. ഇത്ര കൊതിയാണോ ക്ലീറ്റോ? ഫ്ലൈറ്റ് വലിയ സംഭവമാണോ? സത്യം പറഞ്ഞാൽ ബോറടിക്കുന്ന ഒരു യാത്രയാണ് ഫ്ലൈറ്റ്. എന്ന് വെച്ചാൽ ഒന്ന് എഴുന്നേക്കാൻ പറ്റില്ല, ആ ഒരു ഇരിപ്പാ. ഇതിപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാ. ഓ, നിനക്കെങ്ങനെ ഫ്ലൈറ്റ് യാത്രയെ കുറിച്ച് അറിയാം? എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാൻ പോയിട്ടുണ്ടല്ലോ. എവിടെ? ക്ലീറ്റോയൊക്കെ ഉണ്ടല്ലോ, മുട്ടയിലേണ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ മുട്ടയിലേഴിയാൽ നീ ഫ്ലൈറ്റേ പോയിട്ടുണ്ടല്ലേ? ഞാൻ തള്ളിയതാ. അല്ല, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നിനക്ക് 19 വയസ്സായോന്നേ, അതൊരു പേടി എനിക്ക് തോന്നി. അതല്ല, അച്ഛൻ അങ്ങ് പട്ടാളത്തിൽ ലഡാക്കിലാർന്നപ്പോ ഞങ്ങള് തിരുനെൽവേലിയിൽ നിന്ന് ലഡാക്ക് വരെ ഫ്ലൈറ്റിനാ പോയത്. ഞാനും കനകനും ഞങ്ങൾ അടുത്തടുത്ത സീറ്റിലായിരുന്നത്. തിരുനെൽവേലിയിൽ ലഡാക്കില് ഫ്ലൈറ്റില്? തിരുനെൽവേലി എയർപോർട്ടിൽ നിന്ന്? എടി, തിരുനെൽവേലിയിൽ എയർപോർട്ട് ഉണ്ടോ? ക്ലീറ്റോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇല്ലേ? പണ്ട് തിരുനെൽവേലിയിലായിരുന്നു എയർപോർട്ട്. എന്നിട്ട് അവിടെ സൗകര്യക്കുറവ് കാരണം സ്ഥലം കുറച്ചും കൂടി വേണമെന്നുള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്തോട്ട് മാറ്റിയത്. നിങ്ങൾ ഈ പാലായിൽ ജീവിച്ചവർക്ക് എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പാലായിൽ റബ്ബർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാലേ ഈ തിരുനെൽവേലിയിൽ എയർപോർട്ട് ഇല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് തെണ്ടി പോയി. ഇവിടെ എയർപോർട്ട് കിട്ടില്ല, അത് ഇങ്ങോട്ട് മാറ്റിയതല്ലേ? ഓ എന്റെ പൊന്നു മോളെ, പട്ടാളക്കാര് തള്ളൂന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പട്ടാളക്കാരെ മക്കള് ഇങ്ങനെ തള്ളൂന്ന് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല, ഇതുള്ള കാര്യം തന്നെയാണ്. ഇനി വേറൊരു സംശയം, ലഡാക്കിൽ പോയി നീ യുദ്ധത്തിൽ പങ്കെടുത്തോ? യുദ്ധം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആര്? ഹവീൽദാർ കൊണ്ട് വിശ്വസിക്കൂല. ഉത്സവം കാണാൻ പോകുന്ന പറഞ്ഞാൽ ഹവീൽദാർ നിന്നെ ഒരു കയ്യിൽ പിടിച്ചോണ്ട് ഒരു കയ്യിൽ തോക്കുമായിട്ട് യുദ്ധം ചെയ്തോടി. അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്താ യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നുമോളെ, ഇന്ന് പലഹാരം പുട്ടാണോ? ആണോ? അതെ. എന്നാ അത് തള്ളിയാ മതി. നീ ഈ തള്ളു വേണ്ട, പോയി തള്ളു പോ. അയ്യോ, എന്താ മഴക്കാറുണ്ടോ? മഴക്കാറുണ്ടോ? അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാറും കോളും ലോറിയൊക്കെ ആയിട്ട് നിൽക്കുക തന്നെ. ഞാൻ ഈ കൈ ഇടട്ടെ, പുട്ടൊന്ന് നോക്കിയേക്കണേ. എന്റെ മറ്റേ അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്ക്. അതൊന്ന് നോക്ക് ക്ലീറ്റോ. എടേ, ഇത് മഴ പെയ്യത്തില്ല. ഞാൻ മുളക് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഒന്ന് കോള് വരും, അതങ്ങ് പോകും. എന്തെങ്കിലും ഉണക്കാൻ നോക്കിയിരിക്കും വെയില് പോകാനായിട്ട്. 4ാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നു.
വരല്ലേ ഇറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. വീട് പൂട്ടണ്ടേ? ഇതെവിടെ പോവാ രണ്ടാളും കൂടി? ഞങ്ങൾ മാളിൽ പോവാ. നല്ല ഉടുപ്പിട്ടോ. താങ്ക്സ്. മാളിലോ? ആ ഈ പുതിയ തുടങ്ങിയില്ലേ ഇവിടെ? ആണോ, പുതിയത് വന്നോ? ആ അങ്ങനെ പറഞ്ഞിട്ട് അത് തുടങ്ങിയോ? തുടങ്ങി. ആ ശരി. ചേച്ചി പോയിട്ടില്ലേ? ഞാൻ പോയിട്ടില്ല. എപ്പോഴും ക്ലീറ്റ വിളിക്കും, പക്ഷെ എനിക്ക് ഈ തിരക്കൊക്കെ അല്ലേ, എനിക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും ഇഷ്ടമില്ല. തിരക്കൊന്നും ഉണ്ടാവില്ല അവിടെ, സെൻട്രലൈസ്ഡ് AC അല്ലേ, നല്ല സുഖം അതിൻ്റെ ഉള്ളിൽ നടക്കാൻ. ഞാൻ ദുബായിലായിരുന്നു, അപ്പൊ എപ്പോഴും മോളിൽ പോവായിരുന്നു. അതെന്തിനാ എപ്പോഴും പോണേ? ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ എന്താ അവിടുന്ന്, എന്താ അവിടെ എല്ലാ സാധനം കിട്ടും. ഇതും പലചരക്ക് സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും. ഹോം ഫർണിഷിങ്, പിന്നെ ഞാൻ മെയിനായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാനാണ് പോണത്. ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എടുക്കണതാ? ക്വാളിറ്റി സാധനങ്ങൾ വേണം നമുക്ക്, അതൊക്കെ ഈ മോളിലേ ഉണ്ടാവുള്ളൂ. അതെ അതെ അല്ലാതെ പക്ഷെ നമുക്ക് ഇവിടെ നല്ല കടയുണ്ട്, രാജൻ ടെക്സ്റ്റൈൽസ്, നല്ലതാ. അയ്യോ അതൊന്നും തുണി നല്ലതായിരിക്കില്ല ചേച്ചി. നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിലേ എന്താ ഒന്നുമില്ല, പറഞ്ഞോ. നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഈ മോളിൽ പോകണം. അവിടെയാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ. ഇപ്പം ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും സെക്കൻഡ് ക്വാളിറ്റിയാണ്, ചിലപ്പോൾ തേർഡ് ക്വാളിറ്റിക്ക് ആയിരിക്കും. മോളിലാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. ഇത് നല്ല, ഇത് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർ അല്ല, ഇത് തേർഡ് ക്വാളിറ്റി പോലും ആയിരിക്കില്ല, ഫോർത്ത് ക്വാളിറ്റി ആയിരിക്കും. കണ്ടാലറിയില്ലേ? ദുബായിലേ കിട്ടുള്ളൂ. കണ്ടറിയില്ലേ? കണ്ടോ, ചിലപ്പോൾ പുഴുവൊക്കെ ഇരിക്കുന്നതായിരിക്കും. നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിക്കോ കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോളൂ. ഇനിയിപ്പോ എപ്പോഴാ വരിക? ഞങ്ങള് വൈകുന്നേരം രാത്രി ഫുഡൊക്കെ മാളിലൊക്കെ പോവല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തന്നേ. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞോ, നോക്കട്ടെ. അയ്യോ വേണ്ട കേട്ടോ. ശരി. ആ പുട്ടൊന്ന് കർത്താവേ, ഈ പുട്ട് കണ്ടുപിടിച്ചതിനെ കണ്ടൊക്കെ ഉണ്ടല്ലോ, ആ പുട്ട് കൊറ്റിക്കകത്ത് കയറ്റി പുഴുങ്ങി എടുക്കായിരുന്നു. എന്നും പുട്ട് തന്നെ, പുട്ട്. പുട്ടല്ലേ ഉണ്ടാക്കിയേക്കണത്? അരിപ്പുട്ട റോബുട്ടായാലും അത് പുട്ട് തന്നെയല്ലോ. പെണ്ണുങ്ങൾക്കുള്ള ഏറ്റവും എളുപ്പമാണ് പുട്ട്. കുറെ വാരിപ്പൊടി അതിനകത്തോടെ കിട്ടാ, പിന്നെ ഒരു തള്ളു. അത് തീർന്നോ? ഓ ഇത് തീരാൻ ഞാൻ ആ ഓഫ് ചെയ്ത് വെച്ചു. എന്നാടി ഇതെന്താ ഈ മുളക് അത്ര ഇതിൽ കുറേ ചീത്ത മുളകുണ്ടല്ലോ, ഇത് എവിടെന്നാ മേടിച്ചേ? എവിടുന്നാ മേടിക്കാറ് സാധാരണ? ഏതാ ഇത് നോക്കി, ഇതൊക്കെ അത്രയും ഡാമേജ് പിടിച്ച മുളകാണല്ലോ ഇത് നോക്കി. നല്ല മുളക് കിട്ടണമെങ്കിൽ നല്ല കടയിൽ പോകണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീത്ത സാധനമൊക്കെ കിട്ടും. കടയുടെ കുഴപ്പമൊന്നുമില്ല, വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. അവിടെ ഉള്ളതല്ലേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ ഇതില് ചീഞ്ഞാനെ അപ്പോഴും എടുത്ത് മാറ്റണം, മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്ത് വെക്കണം. പിന്നെ ഈ പാടില്ലല്ലോ നല്ല കടകളിൽ പോവുകയാണെങ്കിൽ. ഇവിടെ എന്താ, പച്ചക്കറി മേടിക്കണമെങ്കിൽ കുഞ്ഞപ്പഞ്ചേന്റെ കടയിലോട്ട് പോകും, പലചരക്ക് സാധനം മേടിക്കണമെങ്കിൽ താമോദരൻ ചേട്ടൻ്റെ കടയിലോട്ട് പോകും, ആണ്ടിലൊരിക്കലും ഒരു തുണി എടുത്തു തരും, അതിന് രാജൻ ടെക്സ്റ്റൈൽസിലോട്ട് ഓടും. അല്ലാതെ നല്ല കടയിൽ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഈ കടകളൊക്കെ, ഈ നല്ല കടയിൽ ഉദ്ദേശിക്കുന്നത് തന്നെ പെയിന്റ് ഒക്കെ അടിച്ച് ഇച്ചിരി എല്ലാം മോടി പിടിപ്പിച്ച് വെച്ചേക്കണാണ് നല്ല കട. എടി ഈ കടയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, സാധനം നമ്മൾ നോക്കിയെടുക്കണം. മാത്രമല്ല നമ്മൾ എപ്പോൾ സാധനങ്ങൾ മേടിച്ചാലും നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ മേടിക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ നമ്മുടെ നാട് വളരണം, വികസിക്കണം. എന്നിട്ട് ഭയങ്കര വികസനമാണല്ലോ. എന്താ കുഴപ്പം? എവിടെ എന്ത് വികസിക്കണം? അല്ല, ആ വികസനത്തിന് ഞങ്ങൾ വിചാരിച്ചാൽ പോലെ ഇപ്പോൾ ഭരണം ഞങ്ങളില്ലല്ലോ. ഞങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ എന്താ വികസനമായിരുന്നു, ഭയങ്കര വികസനമായിരുന്നു. ക്ലീറ്റോ എങ്ങനെയാ ക്ലീറ്റോ പൊതുപ്രവർത്തകനായത്? ക്ലീറ്റോ എന്തെങ്കിലും മാറ്റം അറിയുന്നുണ്ടോ നാട്ടിൽ നടക്കണേ? ഒന്നും അറിയില്ല, എന്നിട്ട് വലിയ എന്താ ഇപ്പം മല പറഞ്ഞ് ഒന്നും അറിയില്ല. എന്താ എന്തെല്ലാം വലിയ വലിയ കടകളും മാളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വല്ലതും കാണുന്നു. എന്റെ പൊന്നു മണ്ടൂസ. എടി ഈ മോൾ എന്ന് പറഞ്ഞാൽ സത്യത്തില് അതിനെ എനിക്ക് തോന്നുന്നു തട്ടിപ്പ് കേന്ദ്രം എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ഭയങ്കര തട്ടിപ്പാണ്. ഇവിടെ കിട്ടുന്ന ഇതേ സാധനങ്ങൾ തന്നെ പാക്കറ്റിലാക്കി വെച്ചിട്ട് കൊള്ള വിലയ്ക്ക് വിറ്റ് അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നക്കാ പറ്റിയ ഫ്രീ സാധനം തരും. എന്നിട്ട് മോളാണ് മോൾ. അങ്ങനെയാണെങ്കിൽ അമ്പിളിക്കുട്ടൻ ചേട്ടനും ഭാര്യയും പോവോ? രാഗി അമ്പിളിക്കുട്ടൻ ചേട്ടനും കൂടി ഇപ്പൊ മാള് കാണാൻ വേണ്ടി പുതിയ മാള് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് വിഷയം. അപ്പുറത്തുള്ളവരും മാളിലേക്ക് പോയി, അതാണ് നിന്റെ പ്രശ്നം. അതൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾക്കും കാണണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഈ അമ്പിളിക്കുട്ടൻ എന്ന് പറയുന്നത് പെങ്കോന്തൻ, അവന്റെ ഭാര്യ പറയണത് കേട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ അങ്ങ് പായും. ക്ലീറ്റോ നീ ആ കണക്കിൽ പെടുത്തല്ലേ? ക്ലീറ്റോ ചുമ്മാ പോവാ, ചുമ്മാ അങ്ങ് പോയാ മതി. എന്താ പോയാ കുഴപ്പം? പോയ കുഴപ്പമുണ്ട്. എന്തിനാണ് അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുത്തെ കടകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പൊട്ട സാധനങ്ങൾ. ഇത് പൊട്ട സാധനമൊന്നുമല്ല, ഇതിലുള്ള വേസ്റ്റുകളാണ് ഈ കടകളിൽ, ഈ മാളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പാക്കറ്റിലാക്കിയിട്ട് അതിലൊരു വില അടിച്ചു വെച്ചേക്കും. നമുക്കത് തൊട്ടു നോക്കാനോ തുറന്നു നോക്കാനോ പറ്റുമോ? എന്തിനാ ക്ലീറ്റോ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി, വെറുതെ നോണ പറയണ്ട. ഇപ്പൊ മാളിൽ പോകേണ്ട അത്യാവശ്യം എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ട്, കുറെ കാഴ്ചകളുണ്ട് കാണാൻ. കാഴ്ച ബംഗ്ലാവ് അവിടെ അവർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ. അയ്യോ കൊച്ചി, ഇവിടെ ഇപ്പൊ കളിക്കുന്ന കളിയൊന്നും പോരാ.
അതൊക്കെ വേറെ സംഭവങ്ങളുണ്ട്. വേറെ സംഭവം ഒന്നും വേണ്ട, ഒരു സാധനവും മേടിക്കണ്ട. വെറുതെ പോയിട്ട് അവർക്ക് ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ചു പോരായിരുന്നു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് കൊച്ചിന് ചുമയും കഫക്കെട്ടുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നെ അതിന്റെ പൈസയായി. എന്നാ മസാല ദോശ തിന്നാം. അത് മതി. അതെ, മസാല ദോശ വേണമെന്ന് തോന്നിയ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ മസാല ദോശ അവിടെ ഇവിടെയൊക്കെ പോയി മേടിച്ചോണ്ട് വന്നതാ. ഇന്നിപ്പോ പോണ്ട. അതെന്താ പോയാല്? പോണ്ട അത് തന്നെ. അതെന്താ പോയാല്? താങ്കൾ ഇന്നിപ്പോ നമ്മൾ എങ്ങും പോണില്ല, പോണ്ട. പോണം. പോണെങ്കിൽ പോവാം. പോണുണ്ട്. പിന്നെ റെഡി ആയിക്കേ. പോണെങ്കിലേ എനിക്ക് 2 ചെരുപ്പ് വാങ്ങിക്കാനുള്ള പൈസ കൊണ്ട് എടുത്തോണേ. അതൊക്കെ ആലോചിക്കാം. ഓ, ഡാഡി അമ്പിളിക്കുട്ടൻ മാമന് സെയിം ആണല്ലേ? എന്തടി അല്ലേ? ഞാൻ സത്യമില്ല പറഞ്ഞു. സത്യം. അമ്മോ, എന്തോ ഒരു തിരക്കിത്. എൻ്റെ അപ്പു, എന്തോ നാളിത്. കുറേ എണ്ണം നിന്നെ പോലെ ഇറങ്ങിയിട്ടുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി. സാധനം വാങ്ങിക്കാനൊന്നുമല്ല. ആ മാളുടെ അവിടെ നിന്ന് എടുപ്പ്, ഇവിടെ നിന്ന് എടുപ്പ്. അത് പുതിയ മോളായതുകൊണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ മാളാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ നിനക്കല്ലേ നിർബന്ധം ഇപ്പോൾ തരാ പോകണമെന്ന്. അതല്ല, നീ ഇങ്ങോട്ട് നോക്ക്. നീ എന്തോന്ന് കാണിക്കണം? നീ ഒന്ന് കൊച്ചമ്മ ചമയാണ് അവിടെ പോയിട്ട് ഓരോ സാധനം ഏറ്റവും വില കൂടിയ സാധനങ്ങൾ എടുക്കണം നീ. പിന്നല്ലാണ്ട് എന്നാലേ ലാസ്റ്റ് ചെയ്യുള്ളൂ സാധനങ്ങളൊക്കെ. ഈ നല്ല സാധനത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കണം ആരാ എടുത്താൽ പറഞ്ഞു തന്നത്? എന്നാലേ ലാസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ചേട്ടനൊന്നും അറിയില്ലേ. നല്ല വിലയുള്ള സാധനങ്ങൾ എടുത്താലേ നല്ല ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നീ എടുത്തതെല്ലാം നല്ല വിലയുള്ള സാധനങ്ങളെ. എന്നിട്ട് ആ തങ്കത്തിന് വാങ്ങിച്ചെന്തോ വാങ്ങിച്ചത്? അയ്യോ, അതവിടെ പോയി. ഞാൻ വിചാരിച്ചത് മറന്നുപോയി. അയ്യോ, അത്ര വിലയുള്ള സാധനമാണല്ലോ നമുക്ക് മറക്കാൻ. എന്തോ 39 രൂപയൊക്കെ മാളിൻ്റെ വെളിയിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിച്ചത്. എന്താ ഇതിനൊരു കുഴപ്പം? നോക്ക്, എന്ത് ഭംഗിയാ നോക്കിയേ. 39 രൂപയാന്ന് അവരറിയാനൊന്നും മുകളിൽ. ഞാൻ പോയിട്ട് പറയും 350 രൂപയാണ്. ആരും മുമ്പ് ക്ലീറ്റേഴ്സിൻ്റെ മുമ്പ് നന്നായിരിക്കും. എന്താ അയാൾ ഇന്റർനെറ്റ് തപ്പി കണ്ടുപിടിക്കുമോ? ഇല്ല, അപ്പം ഇന്റർനെറ്റ് അവൻ മണപ്പിച്ച് കണ്ടുപിടിക്കുക എത്ര രൂപയാണെന്ന്. ഇങ്ങോട്ട് പോ. നിനക്ക് നീ വാങ്ങിച്ചത് എന്തെങ്കിലും ഉപയോഗമുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാത്തത്. ഇതിലെന്താ കുഴപ്പം? ഇത് കാണുമ്പോൾ എന്ത് സന്തോഷാ. കണ്ടോ, പൂക്കളല്ലേ. അവിടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർ നോക്കിയിരുന്ന് ചിരിക്കട്ടെ. ഈ പ്ലാസ്റ്റിക് പൂക്കൾ കാണുമ്പോൾ നീ അവിടെ നിന്ന് മുറ്റത്തോട്ട് നോക്കാൻ എന്തുമാത്രം നല്ല നല്ല പൂക്കൾ നമ്മളെ മുറ്റത്തിന് നിൽക്കുന്നു. അതൊക്കെ വാടി പോണതല്ലേ. പ്ലാസ്റ്റിക് നല്ലത് എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇതിൽ പൊതിഞ്ഞിട്ട് അമ്പിളിച്ചേട്ടൻ കൊണ്ട് കൊടുക്ക്. എവിടെ? ഞാനും വരാം. ആര് കൊടുക്കാൻ? തങ്കം ചേച്ചിക്ക്. അയ്യോ, അത്രകളെ തൊലി കെട്ടിയൊന്നും എനിക്കില്ല. അതെന്താ? അങ്ങനെയാണ്. കൊണ്ടുകൊടു. വാ അമ്പിളിച്ചേട്ടൻ വാ. ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ടേ ഞാൻ അത് കൊടുത്തിട്ടേ എന്തൊക്കെയാ വാങ്ങിച്ചേന്നും എല്ലാ വിശേഷങ്ങളും പറഞ്ഞിട്ട് വരാം. അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ. ലൈക്ക് ഐ മീൻ മോളില്. നീ അവിടെ പോയിട്ടെ എവിടെ? ഞാൻ വീണ്ടും പറയാണ്, ഇതിവിടെ വച്ചേരെ നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാം. ഒരാൾ ഒരു സാധനം കൊടുക്കുമ്പോൾ നല്ല സാധനം ഉപയോഗമുള്ള സാധനം. ഞാൻ വരുന്നില്ല, നീ പോയിട്ടോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് അത്ര തൊലിക്കെട്ടില്ല, നീ പോയിട്ടോ. എന്താ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂല. എടി, ഈ ചെരുപ്പിന് പുറത്തിറങ്ങിയപ്പോൾ വില അറിയാമല്ലോ എത്രയാന്നുള്ളത്? എത്രയാ? 90 രൂപ സാധനം 250 ഗുണം കൊടുത്ത് മേടിച്ചോണ്ട് വന്നേക്കുന്നു. വല്ല കാര്യമാണ്. അതെ, 90 രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ ക്വാളിറ്റിയുടെയാ. ഓ, പിന്നെ റബ്ബറിലല്ലേ ക്വാളിറ്റി? ക്വാളിറ്റിയാ, ഭയങ്കര ഫസ്റ്റ് ക്വാളിറ്റി. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ദാമോദരൻ്റെ കടയിൽ ഇരിക്കുന്ന ആ മുളകുണ്ടല്ലോ, ആ മുളകിനെ തന്നെ പാക്കറ്റിലാക്കി വെച്ചിട്ട് ആ പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വില കൂട്ടി വിൽക്കണം. സംഭവം ആ സാധനം കണ്ടറിഞ്ഞൂടെ ഗ്ലീറ്റോ? ഞാൻ ഗ്ലാസ് എടുത്ത് എറിയിച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ 2 രൂപ കുടിച്ച് തീർത്തേക്കുന്നു. ആദ്യം ചണ്ണാക്ക് വരണ്ടിരിക്കുക പറ്റിപ്പോ. ഇത് ഞാൻ പറയില്ലേ, ഇത് നിങ്ങളൊക്കെ പൊങ്ങച്ചം കാണിക്കരുത്. ഈ മാളെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവിടെ പോയി ഇച്ചിരി സമയം നിൽക്കുമ്പോൾ എന്താ വലിയ ആൾക്കാരായി എന്നുള്ള തോന്നലുണ്ട്. നീയും എന്നെ കൊണ്ടുവരാൻ പറയരുത്. ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് അവിടെ വന്നിട്ട് വേണ്ട പറയാം. നീ അല്ലേ അവിടെ നിന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് ക്ലീറ്റോ, നിങ്ങൾക്ക് നന്നായിട്ട് ചേരും, എടുന്ന് പറഞ്ഞ് പിന്നെ അവന്മാരുടെ മുമ്പ് നാണം കിടാൻ പറ്റുമോ സെയിൽസ്മാൻമാരുടെ മുമ്പിൽ? അയ്യോ, ആ 90 രൂപയുടെ മേടിച്ചിട്ട് അറിയായിരുന്നു. ഇപ്പൊ കല്ല് വാദം വന്ന് ചൊറിയും വരും. ഒന്നും അറിയാനില്ല, ഒരു ചൊറിയും വരില്ല. ഇതേ സാധനം തന്നെയാണത്. നല്ല സാധനം മേടിച്ച് ഉപയോഗിക്കണം. അമാരിച്ചിരി ഫുട്പാത്തിൽ ആയിപ്പോയി എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. അയ്യോടാ, കയ്യടാ. ഒന്നുകൂടെ പോവാൻ തോന്നുന്നു. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് പോകണം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ 2 രൂപയുടെ താമസമൊക്കെ അങ്ങോട്ട് മാറ്റി. ഞാൻ വല്ലപ്പോഴും വന്ന് കാണാം നിങ്ങളെയൊക്കെ അവിടെ വന്ന്. ഇതും കൂടെ. അമ്മ പാർക്ക് സൂപ്പർ ആയിരുന്നു. എന്ത് രസമല്ലേ. പക്ഷെ ഒന്നിലും കൂടെ കയറണമായിരുന്നു. പേടിയോ? എടേ, നമ്മളെ പഞ്ചായത്തിലെ പാർക്കിന്റെ വാല് കെട്ടിയടിക്കാൻ വരില്ല അതിനകത്തുള്ള. പഞ്ചായത്തിലെ പാർക്കിന് AC ഉണ്ടോ? AC ഉണ്ടോ? എവിടെ പോവാ?
ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കണ്ടോ? പോയതല്ലേ, ഞങ്ങൾ പോയിട്ട് വന്നതാ. ആണോ? എവിടെ പോയതാ? ഞങ്ങളൊന്ന് മാളില് വെറുതെ പോയി. മോളില് പോയോ? അത് ശരി, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവര് പോണ്ടെന്ന്. ഈ കൊച്ചിനെ കണ്ട കാര്യമാണോ നീ പറഞ്ഞ? കണ്ടിരുന്നോ? അല്ല, ഇറങ്ങിപ്പോയപ്പോ കണ്ടു. രാവിലെ പോയപ്പോ കണ്ടത് അല്ലേ? അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? നമ്മളെപ്പോഴും പോണതല്ലേ. ആണോ? ഈ പുതിയ മോളിലോ? ഞാനേ സത്യം ഞങ്ങൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ ഒരു കട എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഭയങ്കര ലാഭം അവിടെ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ കൊള്ള ലാഭം. നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു തക്കളി? അവിടെ പാർക്കിൽ പോയോ? ദൈവം, ആദ്യമായിട്ടാ ഇത്രയും വലിയ പാർക്ക്. ആണോ? ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലായിരുന്നു. ഈ പാർക്ക് അവൾ ആദ്യമായിട്ട് കാണുക. ഞാനൊക്കെ തുറന്നല്ലേ ഉള്ളൂ, ഒരാഴ്ചയിലേ ആയുള്ളൂ. വേറെ പിന്നെ നിങ്ങളിപ്പോ എന്ത് വേഗം പോകുന്നേ? ഞാൻ പോകുന്നില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഇപ്പൊ എത്തിയുള്ളൂ. എവിടെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ? അമ്പിളിക്കുട്ടി ചേട്ടൻ അവിടെ ഉണ്ട്. പിന്നെ ഞാനിത് തങ്കം ചേച്ചിക്ക് വാങ്ങിച്ചതാ. അത് ഞാൻ വെറുതെ പറഞ്ഞ. അയ്യോ അല്ലല്ല, ഞാൻ അല്ലെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സ്നേഹം കൊണ്ട്. നീ എന്താ പറഞ്ഞ കൊച്ചിന്റെ അടുത്ത്? ഞാൻ രാവിലെ ഒരു തമാശക്ക് പറഞ്ഞ ക്ലീറ്റോ എന്തെങ്കിലും ഞങ്ങൾക്കും കൂടി അതല്ല ക്ലീറ്റസ് ചേട്ടാ, ഞാൻ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ പൈസയൊക്കെ ചെലവാക്കി. അയ്യോ, പൈസ അത്ര ആയില്ല, 350 രൂപയായുള്ളൂ. 350 രൂപയോ? 400 രൂപയായിരുന്നു, 50 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സോറി. എന്നെ അത് സന്തോഷത്തിൽ തന്നതല്ലേ, ഇനിയിപ്പോ നമ്മളത് നിരസിക്കണ അതിന് വിഷമാവും. സത്യത്തില് ഞാനും ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര അടുത്ത് നമ്മുടെ വീട്ടില് വന്നു, നമ്മുടെ അല്ലേ, നമ്മുടെ ഒരു കുടുംബം പോലെ താമസിക്കണോ, ഞങ്ങൾക്ക് ഒന്നും മനസ്സറിഞ്ഞ് തരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനും മേടിച്ചിട്ടുണ്ട് ഒരു സംഭവം. അയ്യോ, ഇത് സർപ്രൈസ് ആയി. വേണ്ട, ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാൻ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആർക്കാണെന്ന് എന്നോട് ചോദിച്ചു, സർപ്രൈസ് ആന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിന് കൊടുക്കാനായിരുന്നോ? അതെന്താ വെച്ചാല് 550 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോന് പിന്നെ ഉറക്കം വരില്ല. 550 രൂപയോ? 550. പക്ഷെ 50 രൂപ ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അല്ല, തരുമായിരുന്നു. നമ്മള് ചോദിച്ചില്ല. 550 രൂപ ചെലവാക്കണ്ടായിരുന്നു. അതിലൊക്കെ എന്താ കാര്യമുള്ളത്? ശരി കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴാണ് സ്നേഹമൊക്കെ ഒന്ന് കൂടിയ പോലെ തോന്നി. അപ്പൊ അമ്മളിക്കൊണ്ട് 5-6 കാശ് പൊട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പോയിട്ട് വരാം കേട്ടോ. ഇടയ്ക്കൊക്കെ പോവാം അങ്ങോട്ട്. ശരിയാ. തിരിച്ചെന്നയച്ചല്ലേ? ഞാൻ നിൻ്റെ കൂടെ 100 പ്രാവശ്യം തലയെ കൈവച്ച് പറഞ്ഞില്ലേടി, എടി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണമെന്ന്. ഇത് വെറുതെ കൊണ്ടുവന്ന ഇതുപോലത്തെ ചവറ് സാധനമൊക്കെ ആരെങ്കിലും കൊടുക്കുമോ? ഇത് പാപ്പടം നാണക്കേടായില്ലേ? നിനക്ക് നല്ലൊരു സാധനം, ഈ പൈസ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, 10, 500, 1000 ആയാലും കുഴപ്പമില്ല, കൊടുക്കുന്ന നല്ലൊരു സാധനം കൊടുക്കാൻ. കഷ്ടം തന്നെ ഇപ്പം എങ്ങനെയാണ് മുഖത്ത് നോക്കും? കൊണ്ടാകും വലിയ കാര്യത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുവരും, അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ചേട്ടാ, ഇത് തങ്കം ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാ. എന്തോന്ന്? തങ്കം ചേച്ചി. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ സമാധാനമായി. സത്യം എടി, നിനക്ക് അങ്ങനെ തന്നെ വേണം. അതെന്തായിരുന്നാലും എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിരിക്കണടി. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. അല്ലാതെ ചുമ്മാ ആൾക്കാരെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. എടി, ഇത് നിനക്ക് എന്ത് മനസ്സിലായെന്നറിയാമോ? ഇങ്ങോട്ട് നോക്ക്, ഇതാണ് പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലായ?